എല്ലാവർക്കും നമസ്കാരം. കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ്, ഇതിൻ്റെ റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഞാനിന്നിവിടെ 2 തരം ചോക്ലേറ്റുകൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അതിനായി നമുക്ക് കൊക്കോ പൗഡർ, പാൽപ്പൊടി, വെളിച്ചെണ്ണ, പഞ്ചസാര പൊടിച്ചത്, ഉപ്പുരുന്നുള്ള്, വാനില എസൻസ് ഇതെല്ലാം ആവശ്യമുണ്ട്. നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും അതുപോലെ പഞ്ചസാര 4 ടേബിൾ സ്പൂൺ പൊടിച്ചത്, ഒരു നുള്ളു ഉപ്പ്, ഇതെല്ലാം കൂടെ നന്നായിട്ട് അരിക്കണം. അതായത് 1-2 വട്ടം നമ്മൾ നന്നായിട്ട് അരിച്ചിരിക്കണം. അങ്ങനെ അരിച്ച് എടുത്തിട്ടുള്ള പൊടിയാണിത്. ഞാനൊരു പാത്രത്തിലേക്ക് 2 പ്രാവശ്യം അരിച്ച് വെച്ചതാണ്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ആഡ് ചെയ്യണം. ഞാനിപ്പോൾ വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. ബട്ടർ ആയാലും നല്ലതാണ്. അതിന് വെളിച്ചെണ്ണയുടെ കുത്തുമണം എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്നത്. ബട്ടർ ഉപയോഗിച്ചാലും നല്ലതാണ്. വെർജിൻ കോക്കനട്ട് ഓയിൽ ഞാനൊരു 5 ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. അതൊഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതായത് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള പാൽപ്പൊടി, പഞ്ചസാരയും എല്ലാം കൂടെ ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് അലിഞ്ഞ് കറക്റ്റ് ആവണം. അതിനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിത് ഡബിൾ ബോയിലാണ് ചെയ്യുന്നത്. അതായത് ഡബിൾ ബോയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പാത്രം വെച്ച് അതിൽ വെള്ളം ഒഴിച്ച് തിളപ്പിക്കും. അതിനുശേഷം അതിലേക്ക് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ബാറ്റർ ഇറക്കി വെച്ച് നന്നായി ഇളക്കി അത് കറക്റ്റായിട്ട് എടുക്കുക. അതായത് അതിൻ്റെ ഷുഗറൊക്കെ മെൽറ്റായി സ്മൂത്ത് ആവണ വരയ്ക്കും നമുക്ക് ഇളക്കി കറക്റ്റ് ആക്കേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് നമുക്ക് അതിലേക്ക് ഇറക്കി വെക്കാൻ പാകത്തിന് കറക്റ്റായിട്ടുള്ള ഒരു പാത്രം വേണം. നമ്മുടെ ചോക്ലേറ്റിൻ്റെ മിക്സ് കിട്ടുള്ള പാത്രം ഇറങ്ങിയിരിക്കാൻ കറക്റ്റായിട്ടുള്ള ഒരു പാത്രം ഞാൻ ഗ്യാസും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളം ഒഴിച്ച് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഈ പാത്രം ഇറക്കി വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിലേക്ക് കറക്റ്റായിട്ട് ഇരിക്കുന്ന പാത്രമാണെങ്കിൽ നമുക്ക് ഇളക്കണ സമയത്ത് കൈമയ്ക്ക് ആവിയൊന്നും അടിക്കില്ല. അതുപോലെ തന്നെ കറക്റ്റ് സമയത്ത് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ആവി നമ്മുടെ കൈമയ്ക്ക് അടിച്ചിട്ട് നമുക്ക് ഇളക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതാണ് കറക്റ്റ് പാത്രം തന്നെ എടുക്കണം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റായി ഇത് സ്മൂത്ത് ആവണ വരയ്ക്കും നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കട്ടയായിട്ട് തോന്നുകയാണെങ്കിൽ അതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം വീണ്ടും വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. ബട്ടറാണ് ഉപയോഗിക്കുന്നവർക്ക് ബട്ടറും ആഡ് ചെയ്യാം. ബട്ടറാണ് ഞാൻ ഇത്രയും കൂടെ നല്ലതായിട്ട് പറയുന്നത്. വെളിച്ചെണ്ണ ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചിലർക്ക് അതിൻ്റെ മണം അത്രയ്ക്ക് പിടിക്കില്ല. ബട്ടർ ആകുമ്പോൾ അതിൻ്റെ മണമില്ല. പിന്നെ വെർജിൻ കോക്കനട്ട് ഓയിലിനും അതിൻ്റെ മണം വരുന്നില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/4 സ്പൂണ് വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാവുന്നതാണ്. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരയ്ക്ക് വാനില എസൻസ് ചേർക്കാം. അപ്പോൾ വെളിച്ചെണ്ണയുടെ മണത്തിന് വ്യത്യാസം വരും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാനായിട്ട്. അതിന് ശേഷം നമ്മൾ ഇതിന്ന് എടുത്ത് മാറ്റി ഇളക്കിക്കൊണ്ടേയിരിക്കണം. ചൂടാറുന്ന വരയ്ക്ക് നമുക്ക് നന്നായിട്ട് ഇളക്കണം. എങ്കിലാണ് അത് കറക്റ്റ് ആവുള്ളൂ. നമുക്കിതിന്ന് ഇറക്കി വെച്ച് നന്നായിട്ട് ഇളക്കി തണുപ്പിക്കാം. നമുക്കിത് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലാക്കിയിട്ട് ഇത് കട്ടയാവാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് അതിന് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള പാത്രങ്ങളിലാക്കിയിട്ട് വെക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ഐസ് മോൾഡാണ് എടുത്തിരിക്കുന്നത്. ഈ ഐസ് മോൾഡിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് തണുപ്പിച്ച് കറക്റ്റ് ആക്കണത്. ഇതിലേക്ക് ഞാൻ സ്വല്പം ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്യാം. ഞാനിത് ഫുള്ളായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഒഴിക്കുന്നുണ്ട്. ഞാൻ സാധാ മോൾഡാണ് എടുത്തിരിക്കുന്നത്. സിൽക്കിൻ്റെ മോൾഡാണ് ഇത്രയും കൂടെ നന്നായിരിക്കുക.
ഇതിൽ മാത്രമല്ല വേറൊരു പാത്രത്തിലും കൂടെ ഇത് ഒഴിച്ച് കട്ടയാക്കാൻ വെക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അതിലും ഞാൻ സ്വല്പം ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് തട്ടി കൊടുക്കണം. അതായത് അതിൽ എയർ ബബിൾസ് വരാതിരിക്കാനാണ് തട്ടി കൊടുക്കുന്നത്. മുന്നേ ആക്കി വെച്ചിട്ടുള്ള മോൾഡിലും അതായത് നമുക്കത് ഒഴിച്ചതിന് ശേഷം മോൾഡ് ഒന്ന് തട്ടി കൊടുത്ത് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മെൽറ്റ് ആവാനായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് ഇതുപോലെ ചെയ്തെടുക്കാം. അതായത് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ചെയ്തതുപോലെ തന്നെ ഈ ചോക്ലേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിതിലേക്ക് 4 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, ഇതെല്ലാം 2 പ്രാവശ്യം അരിച്ച് വെച്ചിട്ടുള്ളതാണ്. അതിലേക്ക് ഞാൻ ആവശ്യാനുസരണം വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്യാണ്. ഞാൻ ഇതിലേക്കും വെർജിൻ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ബട്ടറാണ് എടുക്കണതെങ്കിൽ 5 ടേബിൾ സ്പൂൺ മതി. വെളിച്ചെണ്ണ ഞാൻ 6 ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് എടുക്കേണ്ടത്. ബട്ടർ എടുക്കുകയാണെങ്കിൽ ബട്ടർ ഉരുക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യേണ്ടതുണ്ട്. പൊടികളെല്ലാം 1 or 2 വട്ടം അരിക്കാനായിട്ട് മറക്കരുത്. അരിക്കാതിരുന്നാൽ അത് കട്ടയായിട്ട് നമുക്ക് ഇത് കഴിക്കുന്ന സമയത്ത് കല്ല് കളിക്കണ പോലുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പം അതുകൊണ്ട് പ്രത്യേകം അരിക്കാൻ ശ്രദ്ധിക്കണം. ഞാനിതിലേക്ക് വാനില എസൻസ് അല്ല ആഡ് ചെയ്യണത്, സ്വല്പം ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ആണ് ചേർക്കണത്. നിങ്ങൾക്ക് ചോക്ലേറ്റിൻ്റെ എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ വാനില എസൻസ് ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഇനി നമുക്ക് ഒരു നേരത്തെ വൈറ്റ് ചോക്ലേറ്റ് ചെയ്ത പോലെ തന്നെ പാത്രം വെച്ച് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഇത് ഇറക്കി വെച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി പഞ്ചസാരയൊക്കെ അലിയിച്ച് ഇത് സ്മൂത്ത് ആവണ വരയ്ക്കും ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കിത് ഇളക്കണ സമയത്ത് ലൂസായി വരുന്നില്ല, കട്ടായി തോന്നുകയാണ്. അതുകൊണ്ട് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി വെർജിൻ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിതിലേക്ക് 7 ടേബിൾ സ്പൂണാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനനുസരിച്ച് നിങ്ങൾക്ക് കറക്റ്റ് ആവുകയാണെങ്കിൽ ആഡ് ചെയ്യേണ്ട, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് അതിലേക്ക് മാറ്റങ്ങൾ വരുത്താം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കറക്റ്റാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ചോക്ലേറ്റും ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതും അടുപ്പൊന്ന് മാറ്റിയിട്ട് തണുക്കാനായിട്ട് വെക്കാം. ഇതും അത് നന്നായിട്ട് തണുക്കണ വരയ്ക്ക് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ മോൾഡിൽ ഒഴിച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. എല്ലാ ചോക്ലേറ്റുകളും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് പുറത്തേക്ക് എടുക്കാം.
ടേസ്റ്റി ഹെൽത്തിയും ആയിട്ടുള്ള ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. വളരെ എളുപ്പമാണ്, വളരെ ടേസ്റ്റുമാണ്. ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID-യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.